മാത്രമേ ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റൂ. അത് നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദുരന്തമായിട്ട് അവിടെ അവസാനിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും. കാരണം അബ്രാഹാം എന്നൊരാൾ പ്രാർത്ഥിച്ചപ്പോൾ സോദോം ഗൊമോറയുടെ മേലുള്ള സകല ശിക്ഷയും മാറ്റാൻ ദൈവം തയ്യാറായിരുന്നു. വിശുദ്ധ ഫൗസ്തീന എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീയുടെ പ്രാർത്ഥനയാണ് പോളണ്ട് എന്ന് പറഞ്ഞൊരു രാജ്യം മുഴുവൻ്റെ മേലെ ശിക്ഷ മാറ്റാൻ ദൈവം തയ്യാറാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ക്രിസ്തുവിൻ്റെ ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ വേറൊരു മധ്യസ്ഥനല്ല. തിമോത്തിയോസ് ലേഖനത്തിൽ പറയുന്നത് പോലെ ആ യേശുവിൻ്റെ മാധ്യസ്ഥത്തിൽ പങ്കുചേരാൻ നമുക്ക് കൃപ തരികയാണ്, നമ്മളെ വിളിക്കുകയാണ്. എന്താണ് നമ്മൾ ചോദിക്കേണ്ടത്? യേശുവിൻ്റെ പാടുപീഡകളുടെ യോഗ്യതയാൽ ഈ ലോകത്തിൻ്റെ മേലും ഞങ്ങളുടെ മേലും കരുണ വർഷിക്കണമേ. അപ്പം നമ്മൾ കരുണ ചോദിച്ച് വാങ്ങിച്ചെടുക്കണം. അപ്പം ചോദിച്ച് വാങ്ങിയാലേ കിട്ടുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഭാരത സഭയ്ക്ക് വേണ്ടി, നമ്മളെ ലോകത്തിന് വേണ്ടി, ഭാരതത്തിലെ 150 കോടി ജനങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് പുതിയ തലമുറ മക്കളൊക്കെ വിശ്വാസത്തിൽ ഒത്തിരി ദൂരെയാണ്. അപ്പോൾ അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഫേവർ വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സോ ദാറ്റ് വി ലിവ് ബൈ ഫേവർ, നോട്ട് ബൈ അവർ മെറിറ്റ്. റോമ 9:16 പറയുന്ന പോലെ മനുഷ്യൻ്റെ അധ്വാനമോ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. നമുക്ക് ആ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ബഹുമാനപ്പെട്ട പുതിയത്തച്ഛൻ വന്നിട്ടുണ്ട്. നമുക്ക് അച്ഛനായിരിക്കുന്നതൊക്കെ ആരാധന നമ്മളെ ലീഡ് ചെയ്യുന്നത് നല്ലൊരു കരുണയും കൃപയും ലഭിക്കുന്നൊരു സമയമാക്കി നമുക്ക് മാറ്റാം. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. സ്വർഗം തുറക്കപ്പെടുന്നൊരു സമയമാണ്. നമുക്ക് എഴുന്നേൽക്കാം. കരുണ നമ്മുടെയും ലോകത്തിൻ്റെ മേലൊഴുക്കപ്പെടുന്ന മണിക്കൂറിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എത്രത്തോളം ആൾക്കാരെ നമുക്ക് ഹൃദയത്തിൽ കാണാവോ അത്രയും പേരെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ദൈവ കരുണയുടെ കടലിൽ ഈ സമയം മുക്കിയെടുക്കാൻ ഈശോ പറയുന്നു. പ്രത്യേകിച്ച് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയവർ എല്ലാവരെയും ഓർക്കണം. അവരെല്ലാവരും കരുണക്കടലിൽ മുക്കിയെടുക്കുക. പാപികളായി നടക്കുന്ന മക്കൾ, യുവതി യുവാക്കന്മാർ, ദൈവത്തെ തിരസ്കരിച്ചവർ, കാരുണ്യത്തെ പരിഹസിക്കുന്നവർ, എല്ലാവരെയും കരുണക്കടലിൽ കൊണ്ടുവരാൻ ഈശോ പറയണം. അതുകൊണ്ട് വലിയൊരു വീണ്ടെടുപ്പ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരതത്തിന് വേണ്ടി ഭാരതത്തിൻ്റെ ഭരണാധിപന്മാർ, എല്ലാ സംവിധാനങ്ങൾ, MP-മാർ, MLA-മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർമാർ, ബ്യൂറോക്രാറ്റ്സ്, സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ, കരവായു നാവികസേന മേലധികാരികൾ, എല്ലാ ബിസിനസ്സുകാർ, എല്ലാവരെയും ദൈവത്തിൻ്റെ കരുണയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അവരനുഭവിച്ചിട്ടില്ല ഈ കരുണ, അവരറിഞ്ഞിട്ടില്ല. അവരതറിയണം, അനുഭവിക്കണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. പരിശുദ്ധൻ മഹോന്നത ദൈവം, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മിശിഹാ. ഹല്ലേലൂയാ, 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 അത്ഭുതനാഥനാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൽ സൂര്യൻ, രാജാതിരാജനാം മിശിഹാ. അവൻ അത്ഭുതനാഥനാം
ദൈവം നിത്യതാതനാം വീരനാം ദൈവം ഉന്നതദേവൻ നീതിയിൽ സൂര്യൻ രാജാധിരാജനാം മിശിഹ യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന, ആരാധ്യന യേശുവേ. എല്ലാവരും ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ. എല്ലാവരും ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, ആരാധന, ആരാധന, ആരാധ്യന യേശുവേ, യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ, യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ, യേശുവേ നാഥ, യേശുവേ നാഥ, കാരുണ്യം ചൊരിയേണമേ, യേശുവേ നാഥ, യേശുവേ നാഥ, കാരുണ്യം ചൊരിയേണമേ, യേശുവേ നാഥ, യേശുവേ നാഥ, കൃപകൾ ചൊരിയേണമേ, യേശുവേ നാഥ,
കൃപകൾ ചൊരിയണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, വരങ്ങൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, വരങ്ങൾ നൽകണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. കരങ്ങളുയർത്തി യേശുവേ നാഥ, യേശുവേ നാഥ, ഞങ്ങളിൽ കനിയേണമേ. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകാരുണ്യം ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഈ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. കരുണയുടെ ഈ തിരുമണിക്കൂറിൽ ശക്തി ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി, കുരിശിന്റെ ശക്തി, യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ശക്തി, തിരുവിലാവിൽ നിന്ന് ഒഴുകിയ തിരുരക്തത്തിന്റെയും തിരുജലത്തിന്റെയും ശക്തി ഈ മക്കളിൽ ഒഴുകിയിറങ്ങട്ടെ. ഇവിടെ കുടുംബങ്ങളിൽ ഒഴുകിയിറങ്ങട്ടെ. ഈ സ്ഥാപനത്തിൽ ഒഴുകിയിറങ്ങട്ടെ. കർത്താവിന്റെ കൃപ ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ ശക്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. മഹത്വത്തിന്റെ ശക്തി, മഹത്വത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ദൈവകാരുണ്യം ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ആത്മീയ ശക്തി ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഇറങ്ങട്ടെ. ഹല്ലേലൂയ 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 കിരിയലബാശി ഹല്ലേലൂയ ഹല്ലേലൂയ കിരിയലബാശി ഹല്ലേലൂയ ഹല്ലേലൂയ. Jesus' mighty name, you be anointed by the power of the Holy Spirit. You be anointed by the power of the Holy Spirit. May the mercy of God come upon you and anoint you with your divine mercy. At this moment, let your hearts be cleansed by the power of the Holy Spirit, and the anointing of divine mercy come upon you and your heart. Thank you, Jesus, for the blessing and anointing that you are giving us this day.
കർത്താവിന്റെ കരുണ സ്വീകരിക്കുന്നതിന് തടസ്സമാകുന്ന എല്ലാ ശക്തികളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പീഡകളും അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ആത്മാവിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ തിരുമണിക്കൂറിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. ശാരീരിക പീഡകൾ വിട്ടുമാറട്ടെ. മാനസിക പീഡകൾ വിട്ടുമാറട്ടെ. ആത്മീയ പീഡകൾ വിട്ടുമാറട്ടെ. ദൈവ കരുണ ഇറങ്ങട്ടെ. ദൈവ ശക്തി ഇറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം വന്ന് നിറയട്ടെ. ഹലലബശി ഹലലബ ഹലലബശി ഹലലബശി ഹലലബ കിരിയലലബശി ഹലലബശി ഹലലബ കിരിയലലബശി ഹലലബ എല്ലാവരും I trust in you. Yes, Lord. Jesus, I trust in you. 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 Lord of mercy. Jesus, I trust in you. Love you, Lord. Jesus, I trust in you. 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 Jesus, I trust in you.
Jesus. I trust in you, Lord Jesus. Yes, Lord. Oh Jesus, I trust in you, Lord. Trust in you, Jesus. I surrender my life to you, Lord Yes, Jesus. Lord Jesus. Lord, you are my God. Yes, Lord. I surrender before you. All that I have, Yes, all that I am, I surrender before you. yes, Lord. Jesus, I trust in you. I trust in you, Lord. Jesus, I trust in you, Lord. Jesus, I trust in you. Jesus, I trust in you, Lord. Jesus, I trust in you, Lord. ആ ഈശോയോട് നിങ്ങൾ തന്നെ ഹൃദയത്തിൽ പറയുക, ജീസസ്, Jesus, I trust in you. I trust in you, Jesus. Jesus, ഈശോയോട് വ്യക്തിപരമായി പറയുക, ആ കരുണയുടെ തിരുസ്വരൂപം നോക്കി, Jesus. കരുണാദ്രനായ യേശുവിന്റെ തിരുമുഖം നോക്കി ഈശോയോട് പറയാൻ നമുക്ക് സാധിക്കണം. ഈശോയുടെ ആഗ്രഹമാണത്. 1931 വിശുദ്ധ ഫൗസ്തീനായിക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് നൽകിയ വാഗ്ദാനമാണത്. നീ എന്നെ കാണുന്ന രൂപത്തിൽ ഒരു ഛായാപടം വരച്ച് ആ പടത്തിന്റെ അടിയിൽ എൻ്റെ കയ്യൊപ്പ് പോലെ ഈ വചനം എഴുതി വെക്കണം. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഈ തിരുപ്പടത്തിന്റെ ഛായാചിത്രം പ്രതിഷ്ഠിക്കുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് നൽകിയ വാഗ്ദാനം അവിടുന്ന് പൂർത്തീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയെ സന്നിധി ചെയ്യുന്ന ആ യേശുനാഥനോട്, കരുണാദ്രനായ യേശുനാഥനോട് നമുക്കും പറയാം, ജീസസ്, I trust in you, Lord. Jesus, I trust in you, Lord. Jesus, I trust in you, Lord. Jesus, I trust in you, Lord. ഈശോയോട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, അതിന്റെ ആഴങ്ങളിൽ നിന്ന് നമുക്ക് ഏറ്റുപാടി ശരണപ്പെടും. നീ മാത്രമുള്ള എനിക്ക്. Jesus, I trust in you. Jesus, I trust in you. All together. Jesus, I trust in you. Jesus, I trust in you. കരങ്ങൾ ഉയർത്തി നമുക്ക് പറയാം, Jesus, I trust in you. Jesus, I trust in you. Once again. Jesus, I trust in you. 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 Jesus, I trust in you, Lord Jesus. My God, Lord, I trust in you. my Lord and my God. I surrender myself to your Lord. Jesus, I trust in you. Lord, I trust. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഈശോയോട് പറയുക, ഈശോയെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ വിഷമങ്ങളിൽ, എൻ്റെ തകർച്ചകളിൽ, എൻ്റെ പരാജയങ്ങളിൽ, എൻ്റെ ഉയർച്ചകളിൽ, എൻ്റെ വളർച്ചകളിലെല്ലാം ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവേ.
അങ്ങയുടെ കരം പിടിച്ച് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. എൻ്റെ ഈശോയെ, നീ എന്നെ സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. എനിക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണല്ലോ. എൻ്റെ ദുഃഖങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൈവമാണല്ലോ. എൻ്റെ തകർച്ചകളിൽ എന്നെ രക്ഷിക്കാനായി എല്ലാ വഴികളും ഒരുക്കുന്ന ദൈവമാണല്ലോ അങ്ങ്. ഈശോയെ, അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ, അങ്ങയുടെ കരുതൽ മനസ്സിലാക്കാൻ, അങ്ങയുടെ സ്നേഹവും കരുതലും മനസ്സിലാക്കാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണം. ആ യേശുനാഥന്റെ സന്നിധിയിലാണ് വലതുകരമുയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം. കരുണയുടെ രൂപത്തിന്റെ പ്രത്യേകത അതാണ്. അവിടുന്ന് വെണ്മ വസ്ത്രധാരിയായി പ്രകാശിതനായിട്ടാണ് ഫൗസ്തീനാമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത്. പ്രകാശകിരണങ്ങൾ വിതറുന്ന കർത്താവിൻ്റെ ആ തിരുമുഖം, ആ വിലാവിൽ നിന്ന്, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് 2 രശ്മികൾ ഒഴുകിയതായി അവിടുന്ന് പറയുന്നു. ജലത്തിൻ്റെ സൂചകമായ വെണ്മയുള്ള രശ്മിയും കർത്താവിൻ്റെ രക്തത്തിൻ്റെ പ്രതീകമായ ചുവന്ന രശ്മിയും. കുരിശിൽ കിടന്ന് മരണമടഞ്ഞ കർത്താവിൻ്റെ തിരുവിലാവിൽ പടയാളി കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകിയതായി വിശുദ്ധ യോഹന്നാൻ സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ കൃത്യമായിട്ട് എഴുതി വെച്ചു. കാരണം കുരിശിൻ ചുവട്ടിൽ യേശുവിന്റെ പീഡാസഹനത്തിന്റെ നിമിഷങ്ങളിൽ, ആ കുരിശുമരണത്തിന്റെ വേദനയുടെ ആഴങ്ങളിൽ കുരിശിൻ ചുവട്ടിൽ നിന്ന സ്ലീഹയാണ് വിശുദ്ധ യോഹന്നാൻ. ആ സുവിശേഷകനാണ് ഈ വചനം എഴുതുന്നത്. അവിടുന്ന് വിലാവിൽ കുന്തം കൊണ്ട് കുത്തിയെന്ന് കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അത് കണ്ടയാൾ തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ തിരുനിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആ കരുണയും സ്നേഹവും ഒഴുകിയിറങ്ങട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകിയ തിരിച്ചോര ഒഴുകിയിറങ്ങട്ടെ. എല്ലാ ശുദ്ധികളും നീക്കപ്പെടട്ടെ. തിരുജലത്താൽ കഴുകപ്പെടട്ടെ. കർത്താവേ, ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കരുണ സ്വീകരിക്കുവാൻ തക്കവിധം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവേ, കരുണ ചൊരിയണമേ. അതിനായി ഇവിടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച കർത്താവേ, കരുണ പ്രാർത്ഥിച്ച കർത്താവേ, പിതാവിനോട് പ്രാർത്ഥിക്കണമേ. ഈ മക്കളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ക്ഷമിക്കുന്നതിന് വേണ്ടി സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കണമേ. ഈശോയെ, സ്വർഗീയ പിതാവിനോട് ഈ മക്കൾക്ക് വേണ്ടി കരുണയാചിക്കണമേ. ഇവിടെ പൂർവികർക്ക് വേണ്ടി കരുണയാചിക്കണമേ. ഇവിടെ കുടുംബങ്ങൾക്ക് വേണ്ടി കരുണയാചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പൊറുതിയേകണേ. എല്ലാവരും കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പൊറുതിയേകണേ. ശാന്തമായിട്ടിരിക്കേണ്ടവർക്കിരിക്കാം. ആ ദൈവകരുണ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവകാരുണ്യത്തിന്റെ ശക്തി നമ്മൾ ഒഴുകിയിറങ്ങുന്നതിന് തടസ്സമാകുന്ന എല്ലാ ശക്തികളിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളും മനസ്സുകളും മോചിപ്പിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ ദൈവത്തിന്റെ കരുണ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറിയിട്ടുള്ള എല്ലാ പാപശക്തികളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, ചിന്താതലങ്ങളിൽ കടന്നു കയറിയിട്ടുള്ള എല്ലാ നൈരാശ്യത്തിന്റെ ചിന്തകളിൽ നിന്നും, നിരാശത്തിന്റെയും വിദ്വേഷത്തിന്റെയും വിഷമത്തിന്റെയും ദുഃഖത്തിന്റെയും അസ്വസ്ഥതകളുടെയും ഭാരങ്ങളുടെയും എല്ലാ ചിന്തകളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ദൈവത്തിന്റെ കാരുണ്യം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ.
തവണ കരുണ പ്രാർത്ഥിക്കാം. എന്നിൽ അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പൊറുതിയേകണേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ കരുണയാലും കൃപയാലും ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നവരും അങ്ങയുടെ കരുണ യാചിക്കുന്നവരുമായി മക്കളുടെ ജീവിതങ്ങളെ അങ്ങ് അറിയുന്നുണ്ടല്ലോ. പാപിനിയായ സ്ത്രീയോട് ക്ഷമിക്കുകയും തളവാത രോഗിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഈ ഭൂമിയെ പാപങ്ങൾ മോചിക്കാൻ ശിഷ്യന്മാർക്ക് അധികാരം നൽകുകയും വിശുദ്ധ സഭയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പുത്രനും കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ വിശുദ്ധ പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അവരുടെ ശാപങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും കർത്താവിന്റെ കൃപയുടെ കരുണയുടെ ശക്തിയാൽ ഇവരെ ഈ വിശുദ്ധ മണിക്കൂറിൽ ഞാൻ മോചിക്കുകയും അങ്ങയുടെ കൃപ കേൾപ്പിക്കുകയും ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ദൈവം കനിഞ്ഞ് നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും അവിടുത്തെ കൃപ സ്വീകരിക്കുവാൻ തക്കവിധം നിങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരുണയായ ദൈവമേ നന്ദി പറയുന്നു. പാപങ്ങൾ മോചിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. കരുണ കൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവമേ നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Praise to Jesus. Praise to Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Lord, for your mercy. 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 Thank you, Jesus. Thank you, Appa. Thank you, Jesus. നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ മനസ്സുകളിൽ കടന്നു കയറിയിട്ടുള്ള അശുദ്ധിയുടെ അംശങ്ങൾ, വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും വേദനകളുടെ എല്ലാ ഓർമ്മകളും അനുഭവങ്ങളും നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയാറുണ്ട്. നമുക്കുണ്ടായ മുറിവുകളുടെ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, നിന്ദനങ്ങളുടെ അനുഭവങ്ങൾ, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും തളർത്തിക്കളയാറുണ്ട്. പ്രാർത്ഥനയിൽ ശുഷ്കാന്തിയില്ലാതെ പോകുന്ന അനുഭവങ്ങൾ, ആത്മീയമായി ജ്വലനമില്ലാതെ മന്ദതയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾ, അവരെല്ലാവരും ആ കരുണയുടെ കടലിൽ വിശുദ്ധീകരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ ആ മന്ദത വിട്ടുമാറുകയുള്ളൂ. ഒരു ആത്മീയ ശുഷ്കത നമ്മളെ ബന്ധിച്ചിരിക്കുന്നു. സാത്താൻ നമ്മളെ വലവിരിച്ച് ബന്ധിച്ചിരിക്കുന്നു. മന്ദതയുടെയും നിരാശയുടെയും സഭയിലും സമൂഹത്തിലും നടക്കുന്ന തിക്താനുഭവങ്ങളുടെയും വിരുദ്ധമായ പെരുമാറ്റങ്ങളുടെയും വേദനകളും കാഴ്ചകളും നമ്മളെ തളർത്തിക്കളയുന്നു. ആ ബന്ധനങ്ങളിൽ നിന്ന് കർത്താവ് ഈ നിമിഷം നമ്മളെ മോചിക്കുകയാണ്. വലതുകരമുയരട്ടെ. യേശുനാമത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. പ്രത്യാശയുടെ ശക്തി ഇവിടെ നിറയട്ടെ. ഉയർപ്പിന്റെ ശക്തി ഇവിടെ നിറയട്ടെ. മരണത്തിന്റെ പിടികൾ അകന്നു പോകട്ടെ. അവന്റെ ബന്ധനങ്ങൾ അകന്നു പോകട്ടെ. അടച്ചിട്ടിരിക്കുന്ന കല്ലറയുടെ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. നമ്മുടെ മനസ്സിനെ ബന്ധിക്കുന്ന ശക്തികൾ വിട്ടുമാറട്ടെ. ഒരു നിമിഷം ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ കർത്താവിനെ. കർത്താവിന്റെ കല്ലറയുടെ കവാടം തുറന്ന ദൂതന്റെ ശക്തി ഈ സമൂഹത്തിൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ മനസ്സ്
ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് പാടാം. ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ. കൈയടിച്ച് ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമഴിയട്ടെ യേശുനാമത്തിൽ. സാത്താൻ കോട്ടകൾ തകരട്ടെ യേശുനാമത്തിൽ, സാത്താൻ കോട്ടകൾ തകരട്ടെ യേശുനാമത്തിൽ, ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ, ബന്ധനമെല്ലാം അഴിയട്ടെ യേശുനാമത്തിൽ. രോഗപീഡകൾ മാറട്ടെ യേശുനാമത്തിൽ, രോഗപീഡകൾ മാറട്ടെ യേശുനാമത്തിൽ, കഷ്ടതയെല്ലാം നീങ്ങട്ടെ യേശുനാമത്തിൽ, കഷ്ടതയെല്ലാം നീങ്ങട്ടെ യേശുനാമത്തിൽ, ദുഃഖമെല്ലാം മാറട്ടെ യേശുനാമത്തിൽ, ദുഃഖമെല്ലാം മാറട്ടെ യേശുനാമത്തിൽ, തകർച്ചകളെല്ലാം മാറട്ടെ യേശുനാമത്തിൽ, തകർച്ചകളെല്ലാം മാറട്ടെ യേശുനാമത്തിൽ. കരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഉദ്ധിതനായ കർത്താവിന്റെ ശോഭയിൽ തളർച്ചകളെല്ലാം മാറിപ്പോകട്ടെ, അന്ധകാരം നീങ്ങിപ്പോകട്ടെ, കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ, എല്ലാ തടസ്സങ്ങളും സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ
പിതാവിന്റെയും മുഖ്യദൂതരായ വിശുദ്ധ മിഖായേലിന്റെയും ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ സഭയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ പൗരോഹിത്യത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും അന്ധകാര ശക്തികളോടും ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, ഈ മക്കളെ ബന്ധിച്ചിരിക്കുന്ന ശക്തികളെ, ദുരാത്മാക്കളെ, ദുഷ്ടാരൂപികളെ, അവ എന്ത് തന്നെയായിരുന്നാലും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവയെല്ലാം ഞാൻ ശാസിച്ചു ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഈ മക്കളിൽ നിന്ന് ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിൽ അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ അവയൊന്നും ഈ മക്കളെയോ ഇവിടെ ജീവിതങ്ങളെയോ ഇവിടെ ചിന്തകളെയോ വികാരങ്ങളെയോ ബന്ധിക്കാതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഇവരെ ഞാൻ മുദ്ര ചെയ്യുകയും തിന്മയ്ക്കെതിരെ സംരക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിന്റെ കൃപയുടെ ദൂതന്മാർ ഇവർക്ക് കാവലായി തീരട്ടെ. കൃപയുടെ ആത്മാവ് ഇറങ്ങി വന്ന് ഇവരിൽ വസിക്കട്ടെ. ഇവരുടെ ഹൃദയങ്ങൾ ഏറ്റെടുക്കട്ടെ, മനസ്സേറ്റെടുക്കട്ടെ, ശരീരം ഏറ്റെടുക്കട്ടെ, കുടുംബങ്ങൾ ഏറ്റെടുക്കട്ടെ. ദൈവകരുണയാൽ നിറയട്ടെ, ദൈവകരുണയാൽ നിറയട്ടെ, ദൈവകരുണയാൽ നിറയട്ടെ, ദൈവകരുണ നിറയട്ടെ, ദൈവത്തിന്റെ കരുണ നിറയട്ടെ, ദൈവകരുണ നിറയട്ടെ. ഈ സ്ഥാപനം നിറയട്ടെ, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് നിറയട്ടെ, എല്ലാ അംഗങ്ങളും നിറയട്ടെ, വിദൂരങ്ങളിലായിരിക്കുന്നവർ നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, അങ്ങ് നൽകുന്ന സംരക്ഷണത്തിന് നന്ദി പറയും. എനിക്കും എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടവർ സംരക്ഷണം നൽകണമേ. കൃപയുടെ രക്തം സംരക്ഷണമായി തീരട്ടെ. ഈ മക്കൾക്ക് തിരുരക്തത്തിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ. എല്ലാ തിന്മയുടെ ശക്തികൾക്കും സംരക്ഷണം. ആത്മാഭിഷേകം നിറയട്ടെ, ആത്മാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഇവിടെ എല്ലാ ശുശ്രൂഷ മേഖലകളിലേക്കും ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ സർവീസ് ടീമിലെ അംഗങ്ങളിലേക്ക് ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുമണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആ ദൈവകരുണയുടെ കൃപയുടെ മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. 10 പ്രാവശ്യം നമ്മളിത് പാടുകയാണ്. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. ദാഹത്തോടെ കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. കരുണയുള്ള ദൈവമേ, കരുണ തോന്നണമേ,
കരുണയുള്ള ദൈവമേ കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ, കരുണയുള്ള ദൈവമേ കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. യേശുവിന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് യേശുവിന്റെ പക്കലേക്ക്, കരുണയുള്ള യേശുവേ കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ, കരുണയുള്ള യേശുവേ കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. ഈ ഗാനം ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ആവർത്തിച്ച് പാടിക്കൊണ്ടിരിക്കുക. അല്പനേരം കരുണയുള്ള യേശുവേ കരുണ തോന്നണമേ, ഈശോയെ കരുണയായിരിക്കണം, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ, കരുണയുള്ള യേശുവേ കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. ഈശോയെ കരുണയുള്ള ഈശോയെ എന്നോട് കരുണ തോന്നണം, അവിടുത്തെ കരുണയാൽ എന്നെ നീ നിറയ്ക്കണം. ആ ദൈവ കരുണ ഈ തിരുമണിക്കൂറിൽ ഞങ്ങളിൽ വന്ന് നിറയട്ടെ കർത്താവേ. ആ തിരുകരുണ നിറയട്ടെ, ദൈവ കരുണ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. ഞങ്ങൾ നവീകരിക്കപ്പെട്ട മനുഷ്യരായി തീരട്ടെ. ആ ദൈവ കരുണ സ്വർഗത്തിൽ നിന്ന് ധാരധാരയായി നമ്മിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ആ ദിവ്യരശ്മികൾ പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ കർത്താവേ, ഒഴുകിയിറങ്ങട്ടെ, ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണ ഇറങ്ങട്ടെ, കരുണ ഇറങ്ങട്ടെ, കരുണ ഇറങ്ങട്ടെ, സ്വർഗത്തിന്റെ കരുണ, അദൈവിക കരുണ ഇറങ്ങട്ടെ കർത്താവേ. സ്വർഗീയ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുമെന്ന് ആഹ്വാനം ചെയ്ത ഈശോയെ, ഇവർ കരുണയുള്ളവരായി തീരുവാൻ ആ ദൈവ കരുണയുടെ ചൈതന്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഇപ്പോൾ ഈ മക്കളുടെ മേൽ വന്ന് നിറയട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗത്തിന്റെ കരുണ വന്ന് നിറയട്ടെ, ഇവിടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ, ഇവിടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ, ഇവിടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. ശാന്തമായിട്ടിരുന്ന് കണ്ണുകൾ അടച്ച് ആ ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ നിറയാൻ അനുവദിക്കുക. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറപ്പെടുന്ന ദിവ്യരശ്മികൾ ഈ ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ആ ദൈവകരുണ വർഷിക്കപ്പെടുന്ന കൃപയുടെ മണിക്കൂറിലാണ് നമ്മൾ. ലോകമെങ്ങും ഈ തിരുമണിക്കൂറിൽ പ്രാർത്ഥനയിലാണ്. ആ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് ഇറങ്ങി വരട്ടെ. ഈശോയെ, അങ്ങനെ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് കരുണയുടെ ആത്മാവിനെ ശിഷ്യന്മാർക്ക് നൽകിയ കർത്താവേ, ആ ജീവശ്വാസമായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ ഈ മക്കളിലേക്ക് ഊതണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലകളായ ആത്മാവിനെ അയച്ച കർത്താവേ,
ഇപ്പോൾ ആ സ്വർഗത്തിൻ്റെ ശക്തി ഇവരിൽ വന്ന് നിറയുവാൻ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ തിരുമണിക്കൂറിലായിരിക്കുന്ന, കൃപയുടെ മണിക്കൂറിലായിരിക്കുന്ന ഈ മക്കളിലേക്ക് ആ ദൈവകരുണയുടെ ശക്തി വന്ന് നിറയട്ടെ. ഇവരെ നവീകരിക്കുവാൻ കഴിവുള്ള ആ ദൈവകരുണയുടെ ശക്തി ഇപ്പോൾ ഇവരിൽ വന്ന് വസിക്കുകയും ഇവരെ കുടികൊള്ളുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Oh Holy Spirit, come upon everyone, anoint everyone with divine mercy. Oh Holy Spirit, come upon this people and let everyone be anointed by the divine mercy. സ്വർഗീയ ശക്തിയായ പരിശുദ്ധാത്മാവേ, കരുണയുടെ ആത്മാവേ, ഈ മക്കളുടെ ഹൃദയങ്ങളിൽ വന്ന് വസിച്ച് അവരുടെ ഹൃദയങ്ങളെ കരുണയുള്ളതാക്കി മാറ്റണമേ. കഠിന ഹൃദയങ്ങളെ മാറ്റിയെടുക്കണമേ. ഭാരപ്പെട്ട മനസ്സുകളെ മാറ്റിയെടുക്കണമേ. എല്ലാം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ മക്കളിൽ വന്ന് വസിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ശക്തിയാൽ നിറയാനായി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ശക്തിയാൽ നിറയാനായി പ്രാർത്ഥിക്കുക. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. Welcome you. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. Oh, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We welcome you. ഓ പരിശുദ്ധാത്മാവേ, ഇറങ്ങി വന്ന് വസിക്കണമേ. ഈ ദാസരിൽ വന്ന് വസിക്കണമേ. അവിടുത്തെ അഭിഷേകം ഇവരെ നിറയണം. അടയാളങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവേ. സ്വർഗത്തിന്റെ ശക്തി ദിവ്യപ്രകാശമായി ഇവരെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയും. Thank you, Jesus. Thank you, Jesus. Thank you, Holy Spirit. Thank you, Father. Thank you, Jesus. Thank you, Jesus. Thank you. ആ ദിവ്യപ്രകാശം, കരുണയുടെ പ്രകാശം ഇവരെ നിറയട്ടെ. ആ യേശുവിൻ്റെ ഹൃദയത്തിന് വമിക്കുന്ന ദിവ്യപ്രകാശത്തിൻ്റെ ശക്തി ഇവരെ ഓരോരുത്തരെയും ആവരണം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അന്ധകാരത്തെ മുഴുവൻ നീക്കിക്കളയുന്ന കർത്താവിന്റെ പ്രകാശത്താൽ നിങ്ങൾ വലയം ചെയ്യപ്പെടട്ടെ എന്ന് all together. Oh, come, Holy Spirit. Oh, come, Holy Spirit. Oh, come, Holy Spirit. We കർത്താവിന്റെ കരുണ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ജ്വലിക്കും. മറ്റുള്ളവരോടുള്ള കരുണയാൽ നിറയും, പാപികളോടുള്ള കരുണയാൽ നിറയും, വേദനിക്കുന്നവരോടുള്ള കരുണയാൽ നിറയും, നമ്മെ പീഡിപ്പിക്കുന്നവരോടുള്ള കരുണയാൽ നിറയും. യേശുവിന്റെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങൾ മാറ്റപ്പെടും. യേശുവിന്റെ കരുണയാൽ നമ്മൾ ജ്വലിക്കും. ആ ദൈവകരുണയുടെ ചൈതന്യം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും വ്യാപിക്കും. ആ ദൈവകരുണയുടെ ശക്തി ഇവിടെ സംഭവിക്കട്ടെ. ആ ദൈവത്തിന്റെ ശക്തി സംഭവിക്കട്ടെ. ഇപ്പോൾ ഇവരെ സംഭവിക്കട്ടെ. ഇപ്പോൾ ഇവരെ സംഭവിക്കട്ടെ. ഇപ്പോൾ ഇവരെ സംഭവിക്കട്ടെ. ഇരുകരകളെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ആ യേശുവിന്റെ കൃപയുടെ ശക്തി നമ്മുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിക്കുക. ഈശോയെ, അങ്ങയുടെ ദിവ്യശക്തി ഇപ്പോൾ ഇവരുടെ കരങ്ങളിലൂടെ ഇവിടെ ഹൃദയത്തിലേക്ക് നിറയട്ടെ. കർത്താവേ, ഇവിടെ കരങ്ങളിലൂടെ ശക്തി ഇവിടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം വിട്ടുമാറുന്നു. ആ ദൈവകരുണയുടെ കൃപ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. നിങ്ങളുടെ കരങ്ങളിലൂടെ ഈശോ ആ കൃപയുടെ ശക്തി ഹൃദയത്തിലേക്ക് ആവസിപ്പിക്കുന്ന സമയമാണ്. ദുഃഖങ്ങൾ 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 കാണിക്കുന്നവർക്കാണ്. നിങ്ങളെ വേദനിപ്പിച്ചവർ, നിങ്ങളുടെ കണ്ണുനീര് വീഴ്ത്താൻ ഇടയാക്കി, നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ, വ്യക്തികൾ, സാധ്യത എല്ലാം ഈശോയുടെ പാദങ്ങളിലേക്ക് കൊടുക്കുക. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക. ഇന്ന് കർത്താവിന്റെ തിരുവചനത്തിന്റെ ശക്തിയാൽ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവേ അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ കൃപയുടെ ശക്തിയാൽ നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചു പ്രാർത്ഥിക്കുക. കരുണ ഇറങ്ങട്ടെ ശക്തി. ഈ ശക്തി ദൈവത്തിന്റെ കരുണയുടെ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. ഇപ്പോഴും എപ്പോഴും ആ ദൈവശക്തി ഹൃദയങ്ങളിൽ നിറയും. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കർത്താവിന്റെ ദിവ്യപ്രവാഹം മേലോട്ട് നിൽക്കുന്നതായിട്ട് കാണും. നിങ്ങളുടെ മുഖത്തും ഫീൽ ചെയ്യുന്നതായിട്ട് കാണും. ആ ശക്തി നിങ്ങളുടെ തലച്ചോറിൽ എല്ലാം വ്യാപിക്കുന്നു. വലിയൊരു അഭിഷേക ശക്തി വ്യാപിക്കുന്നു. കരുണയുടെ ശക്തി വ്യാപിക്കുന്നു. കരുണയില്ലാതെ നിങ്ങളോട് പെരുമാറുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയും.
ഇപ്പോൾ ആ കരുണയുടെ ശക്തി അവരിലേക്ക് വ്യാപിക്കുന്നു. കഠിന ഹൃദയത്തോടു കൂടി വ്യാപരിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ഇടതുകരം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വലതുകരം ഉയർത്തി നിങ്ങളെ കഠിന ഹൃദയരായ നിങ്ങളുടെ ഭവനങ്ങളിലോ സ്ഥാപനങ്ങളിലോ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടി കരുണയുടെ മണിക്കൂറിൽ വലതുകരം ഉയരട്ടെ. ശക്തി ആ വ്യക്തികളിലേക്ക് ഒഴുകട്ടെ. സ്വർഗത്തിന്റെ ശക്തി ആ മക്കളിലേക്ക് ഒഴുകി അവരുടെ ഹൃദയങ്ങൾ നവീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയ. കഠിന ഹൃദയം മാനസാന്തരപ്പെടട്ടെ. അടയാളങ്ങൾ ലഭിച്ച് മാനസാന്തരപ്പെടട്ടെ. കരുണയുടെ തിരുമണിക്കൂറിൽ നിങ്ങളുടെ കുടുംബങ്ങളിലുള്ള കഠിന ഹൃദയരായ മക്കൾ മാനസാന്തരപ്പെടട്ടെ. ഈശോയെ, ഈ കൃപ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, എല്ലാം സാധ്യമായ ദൈവമേ, കരുണ തന്നെയായ പിതാവേ, യേശുനാമത്തിൽ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഈ നിമിഷം കരുണയുടെ ശക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. അവർക്ക് തടയാൻ പറ്റാത്ത വിധം ദൈവകരുണ അവരിൽ ഇറങ്ങട്ടെ. അവർ മാനസാന്തരപ്പെടട്ടെ. കർത്താവിന്റെ കരുണയാൽ അവർ അലിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയങ്ങൾ അലിവുള്ളതായി തീരട്ടെ. ആ ദൈവകരുണയുടെ സിരകളിലൂടെ ഒഴുകട്ടെ. ഈ മക്കളുടെ സിരകളിലൂടെ ദൈവകരുണ വ്യാപരിക്കട്ടെ. ആ ദൈവകാരുണ്യത്തിന്റെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ. കർത്താവ് വ്യാപരിക്കട്ടെ. വ്യാപരിക്കട്ടെ. ലോകം മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ ദൈവത്തെ തിരസ്കരിക്കുന്നവർക്ക് വേണ്ടി, നിന്ദിക്കുന്നവർക്ക് വേണ്ടി, എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചിട്ടും അതിന്റെ മധ്യ നിന്നുകൊണ്ട് പോലും ദൈവത്തിനെതിരെ പറയുന്നവർക്ക് വേണ്ടി, നിന്ദിക്കുന്നവർക്ക് വേണ്ടി കരുണയാചിക്കാൻ ഈശോ പറയുന്നു. പറ്റാവുന്ന എല്ലാവരും മുട്ടുമേൽ നിന്ന് ആ ദൈവത്തിന്റെ കരുണ ലോകം മുഴുവന് വേണ്ടി, പ്രത്യേകിച്ച് ദിവസങ്ങൾ പ്രകൃതിയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അതുവഴി ലോകത്തിന് അസ്വസ്ഥതകൾ വരാതിരിക്കുവാൻ വേണ്ടി ദൈവകാരുണ്യം നമുക്ക് 3 പ്രാവശ്യം ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി എന്ന ആ ഗീതം പാടി കരങ്ങൾ വിളിച്ചു പിടിച്ചുകൊണ്ട് ക്രൂശിതനായ കർത്താവിനോട് ചേർന്ന് കരങ്ങൾ പറ്റാവുന്നവർ വിളിച്ചു പിടിച്ചുകൊണ്ട് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി എന്ന ഗീതം പാടി 3 പ്രാവശ്യം ദൈവത്തിന്റെ കരുണ ലോകം മുഴുവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ
പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കർത്താവിന്റെ കരുണ പ്രാർത്ഥിക്കുന്നു. ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവമേ, കരുണ തന്നെയായ പിതാവേ, തന്റെ മക്കളോട് കരുണ കാണിക്കുകയും എപ്പോഴും കരുണയോടെ വർത്തിക്കുകയും ചെയ്യുന്ന പിതാവേ, ഞങ്ങളുടെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ കൃപകളിലേക്ക് ചൊരിയപ്പെട്ട് ആ ദിവ്യകരുണയുടെ ശക്തിയാൽ ഇവരോരോരുത്തരെയും അങ്ങ് അഭിഷേകം ചെയ്ത് സംരക്ഷിക്കണമേ. കരുണയാൽ ഇവരുടെ ഹൃദയങ്ങൾ നിറയട്ടെ. അസ്വസ്ഥതകളുടെ മധ്യത്തിലും ശാന്തതയോടെ നിൽക്കുവാനുള്ള പ്രത്യേകമായ കൃപ കർത്താവെ ഈ മക്കൾക്ക് ദാനമായി നൽകണമേ. കർത്താവായ യേശുക്രിസ്തുവേ, കരുണയുള്ള ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഇവരുടെ ഓരോരുത്തരെയും നിറയ്ക്കുകയും അങ്ങയുടെ ഹൃദയത്തിന് അനുയോജ്യരാക്കി ഇവരെ ഓരോരുത്തരെയും മാറ്റുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് തന്നെ ഈശോയോട് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു എന്ന 10 പ്രാവശ്യം നിങ്ങൾ പറയുക. ഈശോയോട് ആശീർവാദം സ്വീകരിക്കുന്നതിനൊരുക്കമായ ഒരു പ്രാവശ്യം കൂടി കരുണയുള്ള യേശുവേ എന്ന ഗീതം പാടി നമ്മൾ പ്രാർത്ഥിക്കും. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. കരുണയുള്ള യേശുവേ, കരുണ തോന്നണമേ, കരുണയാൽ എന്നെ നീ നിറച്ചിടണമേ. യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് തലമുണിക്കാം. കർത്താവിനെ സ്തുതിച്ചു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേ.
പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും Praise the Lord. Hallelujah. 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 Hallelujah.